ഹേ ഗുഡ് മോർണിംഗ്. അയ്യോ ഒരു ചെരുപ്പ് കയ്യിലാണല്ലോടി. ചെരുപ്പിടാനും ഷോക്സ് ഇടാനും എന്തോ ഇപ്പൊ ഇഷ്ടമല്ല, ഊരിക്കളയും. ഗൈസ് അമ്പൂട്ടനെ പനി കുറവുണ്ടോന്ന് വെച്ചാൽ ഇത് എന്തോ എടുക്കണത് മിന്നുന്ന DJ ലൈറ്റോ. എവിടെ വീട് പണി എന്തോ നടക്കണമെന്ന് തോന്നുന്നു. മറ്റേ ഈ വെൽഡിങ് മെഷീൻ ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലിക്കറിങ് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതല്ലേ. ഫോണിന്റെ എല്ലാ ലൈറ്റ് എല്ലാം കിടന്ന് ഫ്ലിക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ മറ്റേ വോൾട്ടേജിന്റെ സാധനം കിടന്ന് അടിയോടടിയാ. അപ്പം ഗൈസ് അമ്പൂട്ടിന് പനി ആൾമോസ്റ്റ് അന്നത്തെക്കാട്ടി നോർമലായി. പക്ഷെ പിന്നെ ചുമയും അതുപോലെ തന്നെ ഒരു മൂക്കൊലിപ്പ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അസ്വസ്ഥത ഉറക്കത്തിലും അവ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. ആദ്യം പോയി ആവി പിടിക്കണം അല്ലേ? ആവി പിടിച്ചാൽ ഇത് ക്ലിയർ ആവും. പക്ഷെ അന്ന് ഡോക്ടർ മറ്റില്ല അത് വെച്ച് നോക്കിയപ്പോ അവന് കഫൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. കൊറേ പരിപാടികളുണ്ട് ഗൈസ്. എണീറ്റ് ഇത് നടന്നു വാ 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 വരൂ. ഷൂട്ട് നടന്നിട്ടില്ല. അയ്യോ ബാലൻസ് പോയി. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങട്ടെ. ആദ്യം പോയി നമുക്ക് അമ്പൂട്ടനെ ആവി പിടിക്കാം. ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലേ, ഡോറ് തുറന്നിട്ട് ഡാൻസ് കളിച്ചോണ്ട് വരുന്ന ഒരു ട്രെൻഡ് ടിക്ടോക്കില്, ഓർമ്മയുണ്ടാ? ചേട്ടാ ഇങ്ങനെ ഡോറ് തുറന്ന് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കളിച്ചോണ്ട് വരും. ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അവിടെ ഡാൻസ്. അമ്മ ഇങ്ങനെ ആണോ? ടീഷർട്ട് അടിപൊളി, ലുക്ക് ആൻഡ് മാർവലസ്. അതെ തിരിഞ്ഞിരിക്കുന്നേ. ഓക്കെ അടിപൊളി. പൊന്നു ഒറ്റേറി. കണ്ടോ ഗൈസ്, $100. ചാടയും ഷോ ഒന്നും കാണിക്കല്ല. പക്ഷെ എന്തോ എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ $100 എനിക്ക് തരുന്നത്. മൃദുലേ, ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഈ വർഷത്തെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ഈ $100. ഭയങ്കര ഗിഫ്റ്റ് ആയിപ്പോയി. $100 എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ എത്ര രൂപ? അയ്യോ നേരത്തെ ഇത്ര ഇല്ലായിരുന്നു. ഇപ്പൊ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഗൈസ് $100 $9,162 രൂപയുണ്ട്. അയ്യോ കണ്ട ഗ്രാഫ് ഉണ്ടോ, കൂടി പോവാട്ടോ. ഇപ്പൊ $1 91 രൂപയായി. 91 രൂപ 63 പൈസ. എനിക്കിത് ആദ്യമായിട്ട് ഈ വർഷം എനിക്ക് 2026 തന്ന ആദ്യത്തെ ഗിഫ്റ്റ് എനിക്കൊരാൾ തന്നെയാണ് ഈ $100. ഒരാൾ തന്നെയാണ്. സോ ഹാപ്പി. അപ്പൊ ഞാന് ഗിഫ്റ്റ് കിട്ടുന്ന ഇങ്ങനെ തരുന്നതെല്ലാം ഞാൻ മാക്സിമം സൂക്ഷിച്ചു വെക്കാറുണ്ട്. മൃദുല ആദ്യമായിട്ട് ടീച്ചിങ്ങിന് പോയിട്ട് കിട്ടിയ 500 രൂപ എന്റെ പേഴ്സിലുണ്ട്. അതേപോലെ എനിക്ക് ഒരാൾ തന്നെയുണ്ട്. പക്ഷെ ഇത് ഞാൻ ചെലവാക്കും, അത് മാറണം. പക്ഷെ എന്നാലും നമ്മൾ കിട്ടിയപ്പോ ഐഫോണിന്റെ ബാഗിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ആദ്യമായിട്ടാണ് എന്റെ കയ്യിലൊരു US ഡോളർ. എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ എന്ന്, വായിച്ചു നോക്ക്. അവിടുത്തെ ഗാന്ധിജി. ഇപ്പൊ ട്രംപുമായിട്ട് നമ്മൾ അത്ര രസത്തിലല്ല, അതെനിക്കറിയാം. ട്രംപുമായിട്ട് നമ്മൾ അത്ര രസത്തിലല്ല ഇപ്പൊ. ഇച്ചിരി മുടയാ, ഇന്ത്യക്കാരോട് ഇച്ചിരി ഒരു പുച്ഛമുണ്ട് അവന്. ആവി പിടിക്കാൻ മാസ്ക് എടുത്തോ? എല്ലാം എടുത്തു. എല്ലാം ഞാൻ ഓർപ്പിക്കണം, അതുകൊണ്ടാ ഉത്തരവാദിത്വം. എന്തോ എനിക്ക് ആവി പിടിക്കണോ? ഞാൻ അതിനെ എടുക്കുന്നേ. ഇനി അങ്ങോട്ട് നിർബന്ധത്തിന്റെ നാളുകളായിരിക്കും. ഇത് ഓക്സിജൻ ഉൾപ്പെടെ കേട്ടോ. ചിലയിടത്ത് ഓക്സിജൻ ഇല്ല. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുത്തത് കൊണ്ട് ആ മിഷനാ. ഹോസ്പിറ്റലിൽ ഇതില്ലായിരുന്നു, ഓക്സിജൻ ഇല്ലായിരുന്നു. ആവി ഇടുന്ന ഊട്ടയ്ക്കകത്ത് കൈയിടും, അതാ അവൻ്റെ എന്റർടൈൻമെന്റ്. സ്മോക്ക് ചെയ്യാൻ പോവും. ഞാനിവിടെ കൊള്ളട്ടെ. ഐസപ്പ അമ്പൂട്ടനെ ആവി പിടിച്ച് ഭയങ്കര നിർബന്ധമായിരുന്നു. ഒന്നാമത്തെ കാര്യം AC ഉള്ളിടത്ത് ഇത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല, ഫാൻ ഇടാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ ആവി പോവും. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അവിടെ. ചെറുക്കം വിയർത്ത് കുളിച്ച്. വൈയവർ മുഖം ഇൻ വൈക്ലഭ്യം. ചെറിയൊരു തലവേദന. ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോവാ. സീരിയസ്ലി ഗൈസ്, സ്പോക്കൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എന്റെ മണി പോലെ ഇംഗ്ലീഷ് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ അടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. കാരണം നമ്മള് പുറത്തൊക്കെ പോയി വള ഇംഗ്ലീഷ് പറയണം. അതിന് ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കണം. നമ്മൾ തമ്മിൽ സംസാരിച്ചാലേ ആ ഒരു അറസ്റ്റ് മാറും. അതെ. പക്ഷെ എനിക്ക് നാണക്കേടൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ. കണ്ടില്ല, ഞാൻ പൊട്ട ഇംഗ്ലീഷാ പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ നാണം കടരുത്.
അത് ചില സമയം ക്യാപ്ഷൻ എഴുതുമ്പോ അവർക്കറിയാം. ചില സമയത്ത് ക്യാപ്ഷനിൽ തന്നെ എന്റെ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് ഒരു നാണക്കേട് പോലും, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്റെ തെറ്റുകൾ തിരുത്തുന്നില്ലേ? പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഗൈസ്. പ്രൗഡ് മൈസെൽഫ്. ഓ, പ്രൗഡ് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷാണ്. സത്യം പറഞ്ഞാൽ മൃദുലയ്ക്കും അത്ര വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അല്ല, മൃദുലയ്ക്ക് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല. ഹിന്ദി അറിഞ്ഞിരിക്കണം, ഇന്ത്യയിൽ അവിടെ പോവാൻ. ബഹുദൂർ 120 ഇന്നലെ കണ്ടായിരുന്നു സിനിമ. ഹിന്ദി ഒന്നും മനസ്സിലായില്ല, സബ്ടൈറ്റിലിട്ടാ കണ്ടത്. അമ്പൂട്ടനെ ഗൈസ് ആര് വന്ന് കൈ കാണിച്ചാലും പോവും. കേസരി വേണ്ടാന്ന്. പക്ഷേ ഒരു സെക്കൻഡത്തേക്ക് അപ്പോഴേ തിരിച്ചു വരും. അതെ, നമ്മള് നല്ല ഊണ് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ ഒരാൾ കഴിക്കേണ്ട കറക്റ്റ് ചോറാണ്. ഇവിടെ പിന്നെ എക്സ്ട്രാ ചോറ് ഒരു തരത്തുമില്ല, മനസ്സിലായില്ലേ? മാളില് എക്സ്ട്രാ ചോറ് തരത്തില്ല, അത്രയും കഴിച്ചാൽ മതി. പരിപ്പില്ലല്ലേ? സാമ്പാറേ ഉള്ളൂ, പരിപ്പില്ല. അയ്യോ, സാമ്പാർ മതി. സാമ്പാർ കപ്പിലോട്ട് ഒഴിക്കാം. ഈ സാമ്പാർ എക്സ്ട്രാ തരുമെന്തോ? അതായിരിക്കും. ഇന്ന് ചുമന്ന ചമ്മന്തി അല്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഊണ്. ഈ ടേബിളിരുന്ന് ആടുന്നു. നല്ല സാമ്പാർ, നല്ല ചമ്മന്തി, മിന്റ് ചമ്മന്തിയാ തോന്നുന്നു കേട്ടോ. മിന്റ് ചമ്മന്തി. ഇതെന്താണ്? നല്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വെച്ച തീയലാന്ന് തോന്നുന്നു ഗൈസ്. തീയല്, ഒരു പപ്പടം. ആഹാ, ഇളക്കി. എത്ര രൂപയുടെ ഒരു തൂണിന്? നീക്കിയിട്ട് ചോറ്. 2 ഊണിനും കൂടി 400 രൂപ. 400. ഒരു ഊണിന് 200 രൂപ. കൂടുതലാണെന്നാലും ടേസ്റ്റ്. അല്ല, മാളിനകത്ത് ഈ റേറ്റ് ആവും. നല്ല രുചിയുണ്ട്. കൊള്ളാല്ലേ? കൊള്ളാം. ചോറ് ഇറങ്ങാൻ ഇച്ചിരി പാടാ. ഞങ്ങക്ക് മന്തി, ബിരിയാണി അതൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങും. ചിക്കനാണ് മെയിൻ. അതിലവിടെ സാധനം പറക്കുന്നു. ഞാൻ അമ്പൂട്ടൻ കളിക്കുന്നു. അമ്പു 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 അമ്പു. ഒന്നുകൂടി. എന്തൊക്കെ തരം കളികളാ? ഒരു പല്ല് മാത്രമല്ല, സൂര്യൻ ഉദിച്ചിരിക്കുന്നതൊക്കെ ഉദിച്ചിരിക്കുന്നു. ഒന്നൂടെ. ഭയങ്കര സന്തോഷം. എന്നെ കാത്ത അവിടെ നിൽക്കുക കേട്ടോ. പോയി സർപ്രൈസ് ചെയ്യാം. ബിഗ് ഫാൻ എന്ന് പറയാം. മാം ബിഗ് ഫാൻ. ഞാൻ കണ്ടായിരുന്നു. കുറച്ച് ഭാഗം കണ്ടാ മതി. അയ്യോ, ഞാൻ അളിഞ്ഞു പോയല്ലോ ഗൈസ്. ഞാൻ കുറെ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ടൂണ സലാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ടൂണ സലാഡ് വാങ്ങിക്കാൻ പോയാൽ ടൂണ സലാഡ് മാത്രം വാങ്ങി. അമ്പൂന് ഫേവറേറ്റ് ആയതുകൊണ്ട്, അല്ലാതെ എനിക്ക് കഴിക്കണമെന്ന് ഒരു കൊതി. അതെനിക്കറിയാം, നല്ല രീതിയിൽ എനിക്കറിയാം. വീട്ടിൽ പോട്ടെ. മസാല മുറുക്ക് വാങ്ങി. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട. ഈ സെക്ഷൻ പിന്നെ താങ്കളുടേതാണല്ലോ. ബ്രെഡ് വേണോ? ഷോപ്പ് ചെയ്ത് അമ്പൂട്ടൻ ഉറങ്ങി. ഞാൻ പറക്കി വെക്കാം. പിടി. ഈ മാസം നമ്മളങ്ങനെ കുറച്ചേ ഷോപ്പ് ചെയ്തോളൂ അല്ലേ? ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. അത്യാവശ്യം ചില സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചോണ്ട് വെച്ചാലും ഇൻ കേസ് നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകേണ്ടി വന്നാ അത് കേടായി പോകും. അല്ല, ചിക്കൻ നമുക്ക് കഴിപ്പില്ല. ഇപ്പൊ അങ്ങനെ വാങ്ങിപ്പില്ല വീട്ടില്. അവന്റെ ഇഷ്ടങ്ങളൊക്കെ മാറി വരുക. അതെ. നമ്മള് സ്ട്രോബെറി എടുക്കണം. ഇത് ബ്രെഡൊക്കെ പെട്ടെന്ന് കഴിച്ചു തീരണം. കാരണം ഇതിനൊക്കെ എത്ര ദിവസം വാലിഡിറ്റി ഉള്ളൂ? ഇത്രയും ബ്രെഡ് 4 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ അല്ലേ? രാവിലെ രാത്രി തിന്ന് തീർക്കണം. ഇതൊക്കെയാണ് ഈ ബ്രെഡ് എടുത്തുള്ള പ്രശ്നം. അതല്ല, ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ട് തിന്ന പെട്ടെന്ന് വയറ്റിന് പ്രശ്നം വരും. ഫംഗസ് പെട്ടെന്ന് പ്രശ്നമോ. ഇങ്ങോട്ട് നീക്കിയിട, അപ്പൊ എടുത്തെടുത്ത് വെക്കാലോ. ഹൊണാണ്ടർ ഇടുവാണല്ലേ? ഹൊണാണ്ടർ എനിക്ക് കൈ ഒഴിയത്തില്ല, കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കും. ആരവിടെ കരയുന്നേ? എങ്ങനെയുണ്ട് ഹെയർ? ഒന്ന് വെറൈറ്റി കട്ടാ. ഇനി വാ അച്ഛന്റെ പൊന്നിങ്ങി വാ. ഞാൻ പോയി ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു. സൂപ്പറായി. അവര് കണ്ടില്ലേ? ഇല്ല, ഞാൻ ബാക്ക് ഇപ്പോഴും ഉണ്ട്. ബാക്ക് ആണ് ഞാൻ എപ്പോഴും വെട്ടാൻ പറയുന്നത്. ഞാൻ എടുത്തില്ലയോ അതുപോലെ. സമ്മതിച്ചില്ല. എന്തുവാടാണ് ഇങ്ങനെ നിർമ്മണ്ടം? അങ്ങനെ ഇതാണ് എന്റെ ഹെയർ കട്ട്. അല്ല, ഈ വട്ടം ഒന്ന് മാറ്റി പിടിച്ചു. എപ്പോഴും ഉള്ളതാണല്ലേ. ഇവിടെ കുറച്ച്
ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തട്ടുകട പ്രോൺസ് ആണ് കേട്ടോ. നമ്മളന്ന് പാരഗണി പോയി കഴിച്ചപ്പം തൊട്ട് വീട്ടിൽ ആ ഒരു ടൈപ്പ് ഓഫ് സാധനം ഉണ്ടാക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം. തട്ടുകട കിട്ടിയ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു ദിവസം പാരഗണി പോയി കഴിച്ചു തട്ടുകട പ്രോൺസ്. വേറെ റെസിപ്പീസ് ഒക്കെ ഭയങ്കര സിമ്പിളാണെന്ന് വെച്ചാൽ കൊച്ചുള്ളിയാണ് മെയിൻ ഇല്ലേ. കൊച്ചുള്ളി പ്രോൺസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് സംഭവം. ഇവിടെ നമുക്ക് സമയമില്ല ഗൈസ്, നമുക്ക് തത്ത പച്ച സിനിമ കാണാൻ വേണ്ടി പോകണം. അതെ, നമുക്ക് 9:45 പടം, ഇപ്പൊ 8 മണിയായി. ഇനി 1 മണിക്കൂറുണ്ട്. ചിക്കൻ ലെഗ് പീസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തട്ടുകട പ്രോൺസിലുള്ള ഉള്ളി മറ്റ് സാചക ജംഗമ വസ്തുക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്പൂട്ടൻ എന്തോ എടുത്ത് വായി കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ കാണിക്കുന്നത്? നമ്മള് ഇതൊന്നും എടുത്ത് വെളിയിൽ വെക്കത്തില്ല, ഇതെല്ലാം ഞാൻ ചെയ്യണം. എൻ്റെ കൈകൾ ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മൾ ഇൻസ്റ്റന്റ് പൊറോട്ടയാണ് ഗൈസ്. നമ്മൾ ഇൻസ്റ്റന്റ് ചലഞ്ച് ചെയ്തതിൻ്റെ ഒരു പൊറോട്ട ബാക്കി വന്നില്ല, നമ്മൾ വാങ്ങിച്ചതാ പിന്നീട്. അപ്പം ഒരു പൊറോട്ടയും ആൻഡ് പ്രോൺസ് ചിക്കൻ ഫ്രൈ അടിപൊളി കോമ്പിനേഷൻ ആയി. അതിലെ തട്ടുകട പ്രോൺസ് തട്ടുകട പോലെ പടപടാന്ന് ചെയ്യണം കേട്ടോ. ഇവിടെ കയറി ഇരിപ്പുണ്ട്. സിനിമ എനിക്ക് മിസ്സാക്കരുത്. നല്ല പടം എന്ന് പറയുന്നത് ബ്രക്കോളി നാളെ വെച്ചാലും മതിയായിരുന്നു. ചെറുക്കൻ തിന്നത്തൊന്നുമില്ല ഇപ്പൊ. വെളിച്ചെണ്ണ, നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ വെക്കുമ്പം വെളിച്ചെണ്ണയാണ് മസ്റ്റ്. അത് മതി. അതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. കുറച്ച് കടുക്, കുറച്ച് ഉലുവ മതി കേട്ടോ. ഇന്നാൾക്ക് മീൻകറി വെച്ച് ഉലുവയൊക്കെ കൂടിയിട്ട് മൊത്തം കയ്പായിരുന്നു. ഓ, അപ്പൊ തട്ടിപ്പോയതായിരുന്നില്ലേ? കറിവേപ്പില അത് മതി. കുറച്ചുകൂടി കറിവേപ്പിലൊക്കെ വേണം പിന്നീട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്. ആ, വെളുത്തുള്ളിയും പച്ചമുളകും ഇടണം. അതെല്ലാവരും ഒന്നിച്ച് കിടന്ന് സെറ്റ് ആവണം. കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്. ഈ സിനിമയുടെ മെയിൻ ഐറ്റം, ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ടുള്ള. അതെ, എന്നാ പിന്നെ 1 കിലോ ഒന്നും വേണ്ട. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. നമ്മള് നല്ല ചെറിയ കൊച്ചുള്ളി. എത്ര എണ്ണം ഇടണം? ഒരു 10 എണ്ണം? 15 എടുത്തു. ഓക്കെ, 15 കൊച്ചുള്ളി കായ്. കുറച്ചുകൂടി ഇട്ടോണം. ഇനി നമ്മൾ ഈ സാധനം എല്ലാം ഒന്ന് സൈഡിലോട്ട് ആക്കുവാണ്. ഇനി നമ്മളെ പൊടി ഐറ്റംസ് മൂപ്പിക്കും കേട്ടോ. ഭാര്യ അങ്ങ് തട്ടു. ഇതിപ്പോ തട്ടുകട കേട്ടോ, തട്ടുകട വൈബാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, എന്തോ ഇല്ലാതെ എടുത്ത്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ടു. പെപ്പർ മതി. മൂത്ത്. ഗൈസ്, ഇനി നമ്മളെ തക്കാളി. ഒരു തക്കാളി ഫുൾ ഇട്ടില്ലേ ഗൈസ്? ഇനി നമ്മുടെ കഥാനായകൻ പ്രോൺസിന്റെ വരവാണ് സുഹൃത്തുക്കളെ. പ്രോൺസ് നമ്മൾ ഒന്നും വെക്കുന്നില്ല, റോ ആയിട്ട് സൈഡിലോട്ട് വെക്കുന്ന മിനി ഫ്രൈ. ഈ പ്രോൺസിന്റെ കുക്കിംഗ് ടൈം എത്രടാ? 5 മിനിറ്റ്. നമ്മൾ പ്രോൺസ് എത്രത്തോളം കുക്ക് ചെയ്യുന്നു അത്രത്തോളം ഹാർഡാവും സാധനം. അതുകൊണ്ട് മാക്സിമം സ്ലോ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവറും ബാക്കി സാധനങ്ങളൊക്കെ പോകും. പ്രോൺസ് വേണോ? സാധനം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അമ്പൂട്ടന്റെ കരച്ചിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും. എടുക്കാൻ നിർവാഹമില്ല. പൊടി ഇല്ല, ചെറുതായിട്ട് ഇളക്കിയാൽ മതി. പക്ഷെ ഭയങ്കര സോഫ്റ്റ് പൊറോട്ട. നമുക്ക് ഇങ്ങനെ ആക്കിയാൽ 4 ഒന്നിച്ച് വെക്കാം. ഇന്നൊരു കുളം കണക്ക് കുഴിക്കാം. കുഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ലേശം കുരുമുളക് പൊടി വെതറുക. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് എടുത്തോ, മതി. പരിപാടി കഴിഞ്ഞു. അതാ നല്ല മണമുണ്ട്. അപ്പോ പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇത് സാധനം നല്ല അടിപൊളി. ചിലയിടത്ത് ഭയങ്കര റെഡ് കളറാ. നമ്മൾ തേങ്ങാപ്പൊടി തോര ഒഴിച്ച്, അതുകൊണ്ടാണ് നല്ല ഗ്രേവി ഉള്ളു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൊച്ചുള്ളിയാണ് കേട്ടോ മെയിൻ. കൊച്ചുള്ളിയുടെ ടേസ്റ്റ് ആണ് മെയിൻ. ഒരു പൊറോട്ട കൊണ്ട് പിച്ചി ചേട്ടാ കഴിയട്ടെ. അന്ന് നമ്മൾ പ്രോൺസ് വെച്ചപ്പം ഭയങ്കര കട്ടിയായിരുന്നു. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ്. കാരണം നമ്മൾ കുറച്ചു നേരം കുക്ക് ചെയ്തോളൂ. ചിക്കൻ ഫ്രൈ. ഞങ്ങൾക്ക് എന്തോ കണ്ടെന്നറിയോ?
ചിക്കൻ. ഇത് വേറൊരു കളർ. ഇത് എരി കുറഞ്ഞ വെർഷനാണ്. നിങ്ങൾക്ക് മുളക് ഇട്ടാൽ നല്ല എരി കൂട്ടിയ വെർഷൻ കിട്ടും. ഭയങ്കര ചൂടെല്ലാത്തിനും. നാളെ രാവിലത്തേക്ക് വെക്കാൻ കടി. സെറ്റ് ആയിരിക്കും. നാളെ രാവിലെ ദോശയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ ഗൈസ്, മസ്റ്റ് ട്രൈ. പിന്നെ നമ്മൾ ഇതിനും സോഫ്റ്റ് ആവും ഗൈസ്. നമ്മൾ പാരഗണിൽ നിന്ന് കഴിച്ച പിന്നെ നമ്മുടെ പ്രോൺസ് ഇതിലും സോഫ്റ്റ് ആയിരുന്നു. അപ്പം എത്രത്തോളം കുക്കിംഗ് ടൈം കുറയ്ക്കാമോ അത്രത്തോളം സോഫ്റ്റ് ആവും ഗൈസ്. ഇതാണ് മാൾ ഓഫ് ട്രാവൻകൂർ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ ബാംഗ്ലൂർ മാളിലൊക്കെ പോയൊരു ഫീല്. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വഴിയാ വന്നത്. നമ്മളിപ്പോ ബാക്ക് വഴിയൊക്കെ വന്നത്. അടിപൊളി മാള് കേട്ടോ. ഇവിടെ രാമചന്ദ്രനല്ലേ, കൊള്ളാം. ബസ്സൊക്കെ ഉണ്ടല്ലോ. നമ്മൾ തിയേറ്ററിലെത്തി. കൊള്ളാല്ലേ തിയേറ്റർ? പക്ഷെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ടുള്ള സീറ്റിലൊന്നും കുഴപ്പമില്ല. തിയേറ്റർ കൊള്ളാം കേട്ടോ. ഒരു സെറ്റപ്പ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അല്ല സോറി ഹായ്സ്, പടത്തിന്റെ പേര് തത്ത പച്ചതല്ല, ചത്ത പച്ച. ആ ഞാൻ പടത്തിന് പോരുന്നതിന് മുമ്പും ചത്ത പച്ച. അയ്യോ ഞാൻ ഈ തത്താന്നായി പോയി ഗൈസ്. പടം നമ്മളെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഈ WWE എല്ലാവരും കണ്ടിട്ടുണ്ട് ഇല്ലേ? അത് എല്ലാവരുടെയും ഫേവറേറ്റാ. അത് നമ്മൾ ഫൈറ്റ് ചെയ്യുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുമായിരുന്നു. എന്റെ മോനെ ഗൈസ്, ഞാൻ പറഞ്ഞു കാരണം നമ്മളെ പണ്ടേ ഈ WWE ഈ സംഭവം ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ, നമ്മൾ കുഞ്ഞുനാളില് അത് കാണാത്തവരുടെ ആരും കാണത്തില്ല. നമുക്കറിയാം അത് അന്ന് അറിയതാണ് നാടകമാണെന്ന്. പിന്നെ കുറച്ച് അറിയാറായപ്പോഴാണ് ഇത് കറക്റ്റ് സ്ക്രിപ്റ്റഡ് ആണ്, ഫൈറ്റഡ് ആണ്, അതൊക്കെ ഇത് കാണിക്കും. അപ്പം നമുക്കിത് കാണുമ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് സംഭവത്തിലേക്ക് നമ്മൾ പോകും. സിനിമയല്ല, ഗുസ്തി. WWE എല്ലാ എപ്പിസോഡുകളും ഒന്നിച്ച് കാണിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് നമ്മുടെ മലയാളി തനിമയും കുറച്ച് മല്ലു സ്വാങ്ങും സ്റ്റോറീസും കൂടെ ഒക്കെ ഉള്ള ഒരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ കാസ്റ്റിംഗിൽ എനിക്ക് റോഷന്റെ ക്യാരക്ടർ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പെപ്പ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. കുറച്ചും കൂടി ഒരു പെപ്പ ഒരു സൈസ് ഇല്ലേ, അപ്പം നമ്മൾ അർജുന അശോകിന് മേളിൽ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഭയങ്കര ബിൽഡപ്പ് ചെയ്തല്ലേ കൊണ്ടുവരുന്നത്. പിന്നെ ഇതില് എല്ലാവർക്കും നല്ലൊരു എൻട്രി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കോസ്റ്റ്യൂം, മ്യൂസിക്. അതിനകത്ത് നമ്മുടെ ജോൺ സീന നമുക്ക് ഓരോരുത്തരെ ഫൈറ്റ് കാണിക്കും. നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൈമ സ്റ്റുഡിയോ ആയിരുന്നു. മുഖം മൂടിയിട്ട റൈമ സ്റ്റുഡിയോ അതായിരുന്നു എന്റെ ഫേവറേറ്റ്. അയ്യോ റൈമ സ്റ്റുഡിയോ അറിയില്ല? റൈമ സ്റ്റുഡിയോ, ജോൺ സീന റൈമ സ്റ്റുഡിയോ ആയിരുന്നു എന്റെ ഫേവറേറ്റ്. റൈമ സ്റ്റുഡിയോ ആയിരുന്നു എന്റെ ഫേവറേറ്റ്. കാരണം പുള്ളിയുടെ ഒരു ഡാൻസ് പോലെ ഫൈറ്റ്, ഇങ്ങനെ കുഞ്ഞു മനുഷ്യനാ, ഭയങ്കര സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ റൈമ സ്റ്റുഡിയോയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ജോൺ സീനയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ജോൺ സീനാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ അമ്പുവിന് ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ്. ഞാൻ അമ്പുവിന്റെ ക്ലിപ്പ് കൊടുക്കാമേ. അമ്പു ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം. അമ്പു ഭയങ്കര കയ്യടിയും ബഹളവും ഡാൻസും. അവന് ഫൈറ്റ് സീക്വൻസ് ആകുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത്. പിന്നെ അതിലെ പെണ്ണ്, അടികൂടുന്ന പെണ്ണ്. പക്ഷെ ആ പെണ്ണിനെ കണ്ടാലേ വിൻസിയെ പോലുണ്ട്. പക്ഷെ വിൻസി അല്ല, അതേ മാനറിസം, അതേ ലുക്ക്, അതേ ആക്ടിങ് ഒക്കെ ഫീൽ ചെയ്ത്. അപ്പം ഈ ഒരു വ്ലോഗും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇതുള്ള വീഡിയോ കാണുന്നവരെ ബൈ. അടുത്തിരുന്നൊരു പെങ്കൊച്ചിനെ വായി നോക്കി ഗൈസ്, ഭയങ്കര കമ്പനിയായിരുന്നു. കോഴി ലോക കോഴി. ബൈ.